സാറേ ഇതെന്റെ മോളാ അല്ലി, ഇവിടുത്തെ സ്കൂളിലെ ടീച്ചറാ. നമസ്കാരം മോളെ, ഇത് ശ്രീറാം സാറ്, അച്ഛന്റെ ബാങ്കിലെ ഓഡിറ്റിംഗ് ഓഫീസറാ. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് ആ വല്യമ്മ വെജിറ്റബിൾസ്. ശരിയാ, അന്ന് വഴിയില് പുറത്ത് കാറ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ആളാരാണെന്ന് പരസ്പരം അറിയാതെ ഒന്ന് പരിചയപ്പെട്ടു. പക്ഷേ അത്ര സുഖകരമായ പരിചയപ്പെടലായിരുന്നില്ല. അയ്യോ, അതെന്താ ഇവള് പോലെ കന്നത്തരവും പറഞ്ഞു? ഹേയ്, തെറ്റെന്റെ ഭാഗത്ത് തന്നെയായിരുന്നു. തന്റെ മുഖത്ത് കണ്ണില്ലേടോ? മുന്നോട്ടും പിന്നോട്ടും നോക്കാതെ ഡോർ തുറക്ക. താൻ എവിടുന്നാടോ ഡ്രൈവിംഗ് പഠിച്ചത്? തന്റെ അമ്മയുടെ പ്രായമില്ലടോ ഇവർക്ക്? തട്ടി നിലത്തിട്ടതും പോരാ, ഒരു സോറി. ഇതായിരുന്നു ഞങ്ങളുടെ പരിചയപ്പെടൽ. ഇതാ ഇവളുടെ ഒരു കുഴപ്പം. ശരിയല്ലാത്തൊരു കാര്യം എവിടെ കണ്ടാലും മുന്നും പിന്നും നോക്കാതെ അതിലിടപെടും. ആരാ എന്താ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ ചാടിക്കടിക്കാൻ? എത്ര പറഞ്ഞാലും കേക്കില്ല. എന്റെ നോട്ടത്തിൽ അതൊരു നല്ല ക്വാളിറ്റിയാണ്. അർഹതപ്പെട്ടവർക്ക് സഹായമൊക്കെ ചെയ്യുന്നത് വലിയ കാര്യം തന്നെയാ. ആ കാര്യത്തില് ടീച്ചറെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ശരിയെന്ന് തോന്നുന്ന ഏത് കാര്യത്തിലും ഇടപെടാനുള്ള ധൈര്യവും, ആരോടും പറയേണ്ട കാര്യം പറയാനുള്ള ചങ്കൂറ്റവും, സത്യസന്ധതയും സഹാനുഭൂതിയും ഒക്കെ സമ്മതിച്ചു തന്നിരിക്കുന്നു ടീച്ചറെ. സാധാരണ പെൺകുട്ടികളിൽ കാണാത്ത സ്വഭാവ സവിശേഷതകളാണിതൊക്കെ. ശരിക്കും ഇങ്ങനെയൊരു മകളുള്ളതിൽ നിങ്ങൾ അഭിമാനിക്കുക വേണ്ടത്. സ്വഭാവമൊക്കെ നല്ലത് തന്നെയാ, പക്ഷേ അതിന്റെ ഭവിഷ്യത്തോട് നമ്മൾ ആലോചിക്കേണ്ട സാറേ. സാർ അവളുടെ നന്മ മനസ്സിലാക്കിയതുപോലെ വേറൊരാളെ മനസ്സിലാക്കണമെന്നില്ലല്ലോ. നന്മയ്ക്കും സ്നേഹത്തിനും എന്നും അതിൻ്റെതായ സ്ഥാനമുണ്ട് സാറേ. ദേ, ഇവര് പറയുന്നത് കേട്ടിട്ട് ടീച്ചറിന്റെ സ്വഭാവം ഒന്ന് മാറ്റാൻ നിൽക്കണ്ട കേട്ടോ. ശരി, ഞാനെന്നാ ഇറങ്ങട്ടെ.